ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് കോസ്റ്റുകളാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും. ഈ വീഡിയോയിലൂടെ ഇവ എന്തൊക്കെയാണെന്നാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അഥവാ TFC ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അഥവാ TVC are two essential components of total cost in economics. അതായത് ടോട്ടൽ കോസ്റ്റിന്റെ മൊത്തത്തിലുള്ള ചിലവിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആണ് ഇവ രണ്ടും. അത് എക്കണോമിക്സിലും ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും ഒരു സ്ഥാപനത്തിന്റെ ചിലവ് കണക്കാക്കുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ് ആണ് ഇവ. നമുക്ക് ആദ്യം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്? ദീസ് ആർ കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിന്റെ ലെവൽ മാറുന്നതിനനുസരിച്ച്, അതായത് ഔട്ട്പുട്ടിന്റെ എണ്ണം കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ ചിലവ്, ഈ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരേപോലെ നിൽക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കോസ്റ്റുകൾക്കാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ ഇൻകേർഡ് ഈവൻ ഇഫ് ഔട്ട്പുട്ട് ഈസ് സീറോ. ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും 100 ഔട്ട്പുട്ട് ആയാലും എത്ര ഔട്ട്പുട്ട് ആയാലും എന്തായിരിക്കും, ഈ ചിലവ് സെയിം ആയിരിക്കും. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? റെന്റ്. ഓക്കെ, അത് ഒരു ഫാക്ടറി ബിൽഡ് ചെയ്തു, അതിന് വാടക കൊടുക്കണം, അതായത് ലാൻഡിന് വാടക കൊടുക്കണം. പിന്നെ പെർമനന്റ് സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം. ഓക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെന്നുണ്ടെങ്കിലും. പിന്നെ ഇൻഷുറൻസ് തുക അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഏതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഫിക്സ്ഡ് കോസ്റ്റിന്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. ദീസ് ആർ കോസ്റ്റ് ദാറ്റ് ചേഞ്ച് വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച്, ഔട്ട്പുട്ടിന്റെ എണ്ണം കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് മാറുന്ന കോസ്റ്റുകളാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പേര് തന്നെ വേരിയബിൾ, വേരി ചെയ്യുന്ന, ചേഞ്ച് ചെയ്യുന്ന. ഓക്കെ, ദ മോർ യു പ്രൊഡ്യൂസ് ദ ഹയർ ദ TVC. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇതിന് ഉദാഹരണങ്ങളാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് മേടിക്കുന്നതിനുള്ള അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. വേജ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്, പെർമനന്റ് വർക്കേഴ്സ് അല്ല, താൽക്കാലികമായിട്ടുള്ള വർക്കേഴ്സ്. അത് ഉൽപ്പന്നത്തിന് കൂടുതൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ താൽക്കാലികമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വേരിയബിൾ കോസ്റ്റിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. പിന്നെ യൂട്ടിലിറ്റി ബിൽസ് ടൈഡ് ടു പ്രൊഡക്ഷൻ. യൂട്ടിലിറ്റി ബിൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, ടെലിഫോൺ ബില്ല്, ഇങ്ങനെയുള്ള ബില്ലുകളിലെ ഇന്റർനെറ്റിന്റെ ബില്ല് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഈ ബില്ലുകളൊക്കെയാണ് യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി വരുന്ന ചിലവുകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് ഈ കോസ്റ്റുകളുടെ ഒരു ടേബിൾ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ കോസ്റ്റുകളുടെ ഉദാഹരണമാണ് ടേബിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ലെറ്റ് us say a company produces pens. ഓക്കെ, പേന ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ദ ഫിക്സ്ഡ് കോസ്റ്റ്, ഈ പേന ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്തൊക്കെയായിരിക്കും? റെന്റ്, സാലറി, ഇങ്ങനെയുള്ള കോസ്റ്റുകൾ. ഓക്കെ, അത് എത്രയാണ്? 1000 ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്, അസ്യൂം ചെയ്യുന്നത് 1000 ആണെന്ന് വെച്ചോളൂ. ഓക്കെ, പിന്നെ എന്നാൽ ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, പേന ഉണ്ടാക്കുന്നതിന് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പേനയ്ക്ക് വേരിയബിൾ കോസ്റ്റ് എന്താണ്? അതിന്റെ ഇങ്ക്, അതിന്റെ മഷി, അതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, ലേബർ പെർ പേന, അതായത് ഒരു പേന ഉണ്ടാക്കുന്നതിന് എത്ര ആള് ആവശ്യമാണ്, എത്ര തൊഴിലാളി ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഇവിടെ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് 10 രൂപയാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് 1000 രൂപയും വേരിയബിൾ കോസ്റ്റ് 10 രൂപയാണ്. അത് ഒരു ഔട്ട്പുട്ടിനാണ് വേരിയബിൾ കോസ്റ്റ് 10 രൂപ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളം നോക്കുക, 0 ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കോളം നോക്കുക, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് ആദ്യത്തെ കോളം ഔട്ട്പുട്ട് ആണ്, രണ്ടാമത്തെ കോളം TFC ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അത് എല്ലാത്തിനും 1000 ഒന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും ഔട്ട്പുട്ട് നോക്കുക, 10, 20, 30, 40, 50 ഇങ്ങനെയാണ് പോണത്. അത് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും സെയിം ആണ്. അതുകൊണ്ടാണ് എല്ലാ കോളത്തിനും 1000 എഴുതിയേക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നേരെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ടിന്റെ എണ്ണത്തിനനുസരിച്ചാണ് ഈ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടുന്നു. ഓക്കെ, അത് TVC = 10 into ഔട്ട്പുട്ട് എന്ന് എഴുതിയേക്കുന്ന കാണാം അതിന്റെ കോളത്തിന് ഹെഡിങ് ആയിട്ട്. അത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനാണ് 10. ഓക്കെ, ഇൻറ്റു ഔട്ട്പുട്ട്. അപ്പം ഔട്ട്പുട്ട് 0 ആകുമ്പോഴോ 10 into 0, അപ്പോൾ 0 അല്ലേ? അപ്പോഴത്തേക്ക് 10 ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കാണെങ്കിലോ ഒരു ഔട്ട്പുട്ടിന് 10 രൂപയല്ലേ? അപ്പോൾ 10 into 10 100. ഓക്കെ, പിന്നെ 20 ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് 20 into 10 200. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അതാണ് 100, 200, 300, 400, 500 എങ്ങനെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഞാൻ ഏറ്റവും അവസാനം ഒരു കോളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് ആണ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെയും കൂടെ ടോട്ടലാണ്. അത് രണ്ടും കൂടെ ആഡ് കൂട്ടുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അതായത് TFC plus TVC. ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ആദ്യത്തെ കോളത്തിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 1000ഉം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. അപ്പം 1000 + 0 1000.
ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ 1000 പ്ലസ് 100 1100, അടുത്ത 1000 പ്ലസ് 200 1200, അങ്ങനെ 1000 പ്ലസ് 500 1500 വരെ ടോട്ടൽ കോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ടേബിൾ, ഒരു പേന ഉണ്ടാക്കുന്ന കമ്പനിയുടെ ടേബിൾ. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ ടേബിൾ ഡയഗ്രാമായിട്ട് വരച്ചേക്കുന്നേ ഉള്ളൂ. അതായത് ഇതിൽ വൈ ആക്സിൽ കോസ്റ്റും എക്സ് ആക്സിൽ ഔട്ട്പുട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ കർവുകളും ശ്രദ്ധിക്കുക. അതിൽ ഞാൻ ആദ്യം TFC പറയാം, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. നേരത്തെ പറഞ്ഞ ടേബിളിൽ എല്ലാ ഔട്ട്പുട്ടിലും 1000 ആയിരുന്നു ഔട്ട്പുട്ട്. അപ്പോഴത്തേക്ക് എല്ലാ ഔട്ട്പുട്ടിലും എക്സ് ആക്സിൽ നിന്ന് ഔട്ട്പുട്ട് മാർക്ക് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാരൽ ലൈനാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ TFC എക്സ് ആക്സിന് പാരലായിട്ട് പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ്? വേരി ചെയ്ത് പോകുകയല്ലായിരുന്നു. 0-ൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വേരി ചെയ്ത് മുകളിലോട്ട് ഒരേ കണക്കിന് മുകളിലോട്ട് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിട്ട് 0-ന്ന് സ്റ്റാർട്ട് ചെയ്ത് TVC എന്ന് കൊടുത്തിരിക്കുന്ന ലൈൻ മേലോട്ട് പോകുന്നത്. അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. എന്നാൽ ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000-ലല്ലേ? അതുകൊണ്ടാണ് ഈ ടോട്ടൽ കോസ്റ്റ് 1000-ൽ, അത് 0 എന്ന ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാത്തത്. അത് കുറച്ച് മുകളിൽ നിന്ന് ആ ടോട്ടൽ കോസ്റ്റ് TC എന്ന ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതും ഇതിനൊക്കെ 1000 1100 അങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അപ്വേർഡ് സ്റ്റോപ്പിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ TFCയും TVCയും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടലായ TCയുമാണ് കൊടുത്തിരിക്കുന്നത്. ആ 3 കർവിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. ഇത് ടേബിൾ അനുസരിച്ചാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ടേക്ക് അവേസ് നോക്കാം. അതായത് ഇത്ര നേരം മനസ്സിലാക്കിയതിൽ നിന്നും പ്രധാനമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ. അതായത് ഒന്നാമത്തത് TFC സ്റ്റേസ് കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നോ മാറ്റർ ഹൗ മച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്, എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, TVC ഇൻക്രീസസ് വിത്ത് ഔട്ട്പുട്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ കൂടുന്നു. അടുത്തത് മൂന്നാമത്തെ കാര്യം, ടോട്ടൽ കോസ്റ്റ് TC ഈസ് ദ സം ഓഫ് TFC ആൻഡ് TVC. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെയും ഒരു ആകെത്തുക, ഒരു ടോട്ടലാണ് TC എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.